പടത്തിനെ പറ്റി എന്താണ്? പെരുമാനി റിലീസായിട്ടുണ്ട്. അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം മജു കെ ബി എഴുതി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് പെരുമാനി. അതിൽ ലീഡായിട്ട് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുള്ള സിനിമയാണ്. വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ, വിജിലേഷ്, രാധിക, ഫ്രാങ്കോ, നവാസ്ക, അത്രയും നല്ല ആർട്ടിസ്റ്റുള്ള സിനിമയാണ്. 70ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന സിനിമയാണ്. തിയേറ്റർ നല്ല റെസ്പോൺസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഈ സിനിമയിൽ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെറിയ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് വണ്ണം ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ചസും കാര്യങ്ങളും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാനും ഒരുപാട് പേര് ചിരിക്കാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പെരുമാനി ഒരു നാടിൻ്റെ കഥയാണ്. അപ്പം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് പെരുമാനി. ഇപ്പോൾ ഞാൻ മുമ്പ് അഭിനയിച്ച ഫിലിമിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. വലിയ ലാലേട്ടനൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതൊരു വലിയ സെറ്റായിരുന്നില്ലേ. പക്ഷേ ഇത് വന്നിട്ട് നേരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കര മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ കുറേ സമയം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വിനയ് ചേട്ടനായാലും ഞാനായാലും രാധിക ചേച്ചിയായാലും നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു. നോൺ സ്റ്റോപ്പായിട്ട് വെളുപ്പ് വരെ കഥകൾ പറഞ്ഞിരുന്നു. അവസാനം പാക്ക് പറഞ്ഞ് ഞങ്ങൾ മേക്കപ്പ് അയച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര മെമ്മറി ആയിരുന്നു. ഇതിൻ്റെ കോസ്റ്റ്യൂം ഒരു കഫ്താൻ ചട്ടയും മുണ്ടും പോലത്തെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ മൈച്ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു. അതിനുശേഷം അപ്പന് ശേഷം കുറേ കാലം എന്നെ കണ്ടിരുന്നില്ല മൈച്ചേട്ടൻ. പിന്നെ പെരുമാനിയിലേക്ക് ഫിക്സ് ആവുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആണ് കാണുന്നത്. അപ്പോൾ മൈച്ചേട്ടൻ ഞാൻ കുറേ ദിവസമായി നിന്നെ കണ്ടിട്ട് നിൻ്റെ കോലിപ്പ് എങ്ങനെയാണ്, വണ്ണം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഈ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നേരത്തെ എന്താ പറഞ്ഞ എന്റെ മജുവിന്റെ മാജിക് എല്ലാരും അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. കളിക്കണ്ട